നമസ്കാരം. ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം, ആ അപകടത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ത്വരിത വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. കൃത്യമായും പ്രധാനമായും രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലൊന്ന്, ഈ അപകടം മനുഷ്യനിർമ്മിതമായിരുന്നു എന്നാണ്. ബോധപൂർവം കുംഭമേളയിൽ അപകടമുണ്ടാക്കി കുംഭമേളയുടെ സൽപ്പേരിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമുണ്ടായോ എന്നാണ് പ്രാഥമികമായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതിനുമപ്പുറം കുംഭമേളയിൽ ഉണ്ടായ ഈ അപകടത്തിന് ശേഷം വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ കുംഭമേളയ്ക്കെതിരെ ഉണ്ടായി. കുംഭമേള എന്നത് പ്രാകൃതമായ ഒരു ഉത്സവമാണ് എന്നും ഈ ഒരു കുംഭമേളയ്ക്ക് ഇത്രയധികം ആളുകൾ വരുന്നത് പരിഗണിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഈ സംവിധാനങ്ങളെല്ലാം പൊള്ളയാണ് എന്ന തരത്തിലുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഭക്തർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഭക്തർ തറയിൽ കിടന്നുറങ്ങുകയായിരുന്നു, തിരക്ക് നിയന്ത്രിക്കാൻ ആളുകളില്ലായിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ പല രീതിയിലും നടക്കുന്നുണ്ട്. ഈ പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തോട് അന്വേഷിക്കാനായി ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം, അട്ടിമറിയുണ്ടോ എന്നുള്ളതാണ്. അതായത് കുംഭമേളയ്ക്കിടയിലേക്ക് ഭക്തരല്ലാതെ ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറി അവിടെ അപകടമുണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഇതിന് പ്രാഥമികമായി അന്വേഷണ സംഘത്തിന് ചില മൊഴികൾ ലഭിച്ചിരുന്നു എന്ന കാര്യം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് ചെങ്കൊടിയുമായി എത്തിയ 10 സംഘം അവിടെ പൊടുന്നനെ എത്തി ആളുകളെ തള്ളിയിടുകയായിരുന്നു എന്ന് ചില മൊഴികൾ ലഭിച്ചിരുന്നു. അതിനുമപ്പുറം ആ മൊഴികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അട്ടിമറി അന്വേഷണം നടക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഇതിൽ കൃത്യമായി എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയും അതിനുശേഷം നടന്നിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ ഇതെല്ലാം ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നുള്ള ഗൂഢാലോചനയാണോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതായത് ഇതിന് ഒരു അടിസ്ഥാനമുണ്ട്. പോലീസ് ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് പോകാൻ ഒരു അടിസ്ഥാനമുണ്ട്. 16,000-ലധികം ഫോൺ നമ്പറുകളിൽ നിന്നും ശേഖരിച്ച ഡാറ്റകളാണ് പോലീസ് പ്രാഥമികമായി പരിശോധിച്ചത്. ഈ ഡേറ്റകളിൽ അതായത് 29-ന് അപകടമുണ്ടാകുന്നു, അതിനെ തുടർന്നുണ്ടാകുന്ന അടുത്ത 1-2 ദിവസങ്ങൾക്കപ്പുറം ഇപ്പോൾ ഇതിൽ തന്നെ പല നമ്പറുകളും ഈ പ്രവർത്തനരഹിതമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് ഇതിൽ ഇത്തരത്തിലുള്ള പ്രചരണത്തിനായി പലവിധ നമ്പറുകൾ ഉപയോഗിക്കുകയും ആ പ്രചരണത്തിനും ഗൂഢാലോചനയ്ക്ക് ശേഷം നമ്പറുകൾ ഉപേക്ഷിക്കപ്പെട്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഹജ്ജ് പോലെയുള്ള സംഭവങ്ങൾ, സൗദി അറേബ്യയിൽ നടക്കുന്ന ഹജ്ജ് തീർത്ഥാടനത്തിലടക്കം ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിട്ടുണ്ട്. 1990-ന് ശേഷം അല്ലെങ്കിൽ 90 മുതൽ 2024 വരെ പരിശോധിച്ചാൽ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ 12ഓളം ദുരന്തങ്ങൾ ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ഈ ദുരന്തങ്ങൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മരിച്ചു വീണത്. അതെല്ലാം ദൗർഭാഗ്യകരമായ അപകടങ്ങളായി ചിത്രീകരിക്കുകയും പക്ഷേ കുംഭമേളയ്ക്കിടയിൽ ഇത്രയും 45 ദിവസത്തോളം നീണ്ടുനിന്ന കുംഭമേളയ്ക്കിടയിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന സമയത്ത്, ഈ കുംഭമേളയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു തിക്കും തിരക്കും ഉണ്ടാവുകയും ആ തിക്കിൻ തിരക്കിനിടയിൽപ്പെട്ട് 30ഓളം ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു. ഈ അപകടത്തെ വലിയ രീതിയിൽ ഹിന്ദു മതത്തിനെതിരായും കുംഭമേളയ്ക്കെതിരായുമുള്ള പ്രചരണ വേലയ്ക്കായി ഉപയോഗിക്കുന്നു. അതിന് പിന്നിൽ ശക്തികളുണ്ടോ എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷിച്ചു വരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചില സംശയങ്ങൾ ഉണർത്തുന്നതാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16,000-ലധികം നമ്പറുകളിൽ നിന്നുള്ള ഡേറ്റകൾ പരിശോധിച്ചു. ഇതിൽ പലതും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. മാത്രമല്ല, കുംഭമേള നഗറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ പ്രത്യേക സംഘം മുഖം തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കൂടി പരിശോധിക്കുന്നുണ്ട്. ഇത് എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാണ് ഇതിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.